ശ്ലോകം 10. ഇത്തം ത്വധ്യാനയോഗേ സതി. ഹേ ഭഗവൻ, ഇങ്ങനെ ദിവസേന ഞാൻ ഈ ധ്യാനയോഗം ശീലിക്കുന്ന ആ സമയത്ത് വളരെ കാലത്തെ ആ പരിശ്രമം കൊണ്ട് പറയലൊക്കെ നമുക്ക് എളുപ്പമായി. എത്രയോ വർഷങ്ങൾ കൊണ്ടാണ് ആ അവസ്ഥയിലെത്തുന്നത്. വർഷങ്ങൾ മാത്രമല്ല, എത്രയോ ജന്മങ്ങൾ വന്നു എന്ന് വരാം. അതാണ്. അതെല്ലാം അന്ധഃകരണത്തിൻ്റെ മാലിന്യത്തിനനുസരിച്ചിരിക്കും. അന്ധഃകരണത്തിലെ മാലിന്യം എത്രത്തോളം കുറയ്ക്കാമോ അത് കുറച്ചുകൊണ്ടേ നമ്മളിരിക്കണം. അതാണ് അന്ധഃകരണത്തിൻ്റെ ഏറ്റവും വലിയ മാലിന്യമാണ് രാഗദ്വേഷം. എനിക്ക് സുഖം തരുന്നതിനോട് രാഗം, ഒട്ടൽ. എനിക്ക് ദുഃഖം തരുന്നതിനോട് ദ്വേഷം. രണ്ടും പാടില്ല. രാഗദ്വേഷങ്ങൾ രണ്ടും ഉപേക്ഷിക്കണം. എങ്ങനെ ഉപേക്ഷിക്കുക? എന്നെ സുഖിപ്പിക്കുന്ന ആളും ഭഗവാൻ, എന്നെ ദുഃഖിപ്പിക്കുന്ന ആളും ഭഗവാൻ. പിന്നെ ഞാൻ ആരെ ദ്വേഷിക്കുക? എന്തുകൊണ്ട് ഇയാൾ എന്നെ ദുഃഖിപ്പിച്ചു? കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ദുഷ്കർമ്മങ്ങൾ ചെയ്തു. എന്തുകൊണ്ട് ഇയാൾ സുഖിപ്പിച്ചു? കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്തു. അപ്പം നമ്മുടെ സുഖവും ദുഃഖവും രണ്ടും നമ്മൾ തന്നെ പൂർവ്വജന്മത്തിന് കൊണ്ടുവന്നാണ്. അതിന് ഈ വ്യക്തികൾ ഒരു നിമിത്തം മാത്രമാണ്. ഇത് മനസ്സിലാക്കി ആരോടും രാഗവും പാടില്ല, ദ്വേഷവും പാടില്ല. രാഗദ്വേഷങ്ങളില്ലാതെ, ചിലർ രാഗദ്വേഷങ്ങളില്ലാതെ ജീവിക്കാൻ അവർ സാധിക്കും. പക്ഷേ കാമക്രോധാദികൾ വരും. അതാണ് താൻ വിചാരിക്കുന്നത് സാധിക്കാതെ വരുമ്പോൾ, താൻ വിചാരിക്കുന്നതാണ് കാമം. എപ്പോൾ അത് സാധിക്കാതെ വരുന്നു? ക്രോധം. അത് ഭർത്താവിന് ഭാര്യയോടാവാം, ഭാര്യയ്ക്ക് ഭർത്താവിനോടാവാം, മക്കളോടാവാം. അതൊക്കെ ഇതിൻ്റെ തടസ്സമാണ്. അപ്പോൾ ആ വിധത്തിലുള്ളതായ അഷ്ടവൈരികളെ നമ്മൾ മാറ്റി നിർത്തണം. കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യ, ഡംഭ, അസൂയാദികൾ, അവയെ മാറ്റി നിർത്തണം. രാഗദ്വേഷങ്ങൾ ഇത്രയും കഴിയുമ്പോൾ ഒരുവിധം ഭേദമായി. എത്രയേ ഉള്ളൂ, കഴിഞ്ഞിട്ടില്ല. അഹന്ത, മമത, ഞാനാണിത് ചെയ്തത്, അറിയൂ. ആ അഹന്ത കളയണം. ഇതെൻ്റെയാണ്, മമത കളയണം. അഹന്തയും മമതയും ഞാൻ ചെയ്തത് ഭഗവാൻ ഇരിക്കുന്നതുകൊണ്ട്, ഭഗവാന്റെ ശക്തിയിലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ എല്ലാം ചെയ്തത് ഭഗവാനാണ്, എല്ലാം നേടിയത് ഭഗവാനാണ്. അഹന്തയും മമതയും ഇത്രത്തോളം ആവാന്നുണ്ടെങ്കിൽ അന്ധഃകരണം പരിശുദ്ധമായി എന്ന് പറയാം. അങ്ങനെ അന്ധഃകരണത്തിനെ പരിശുദ്ധമാക്കണം. ഇത്തം ത്വധ്യാനയോഗേ സതി. അപ്പോഴേ ധ്യാനയോഗം കൊണ്ട് ഗുണമുള്ളൂ. മറ്റേത് വെറുതെ ഇരുന്നു പ്രാണായാമമൊക്കെ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അതിൻ്റെ ഗുണമുണ്ടോ, ഫലം വേണോ? ഈ അന്ധഃകരണത്തിനെ പരിശുദ്ധമാക്കണം. ഏതു പാത്രത്തിലാണോ നേടാൻ പോകുന്നത് ആ പാത്രത്തിനെ വൃത്തിയാക്കണം. ആ പാത്രത്തിനെ ചൂടുവെള്ളം കൊണ്ട് കഴുകണം. അതാണ് തപസ്. ചൂട് പിടിപ്പിക്കണം. ഇത്തം ത്വധ്യാനയോഗേ സതി. ഹേ ഗുരുവായൂരപ്പ, അങ്ങയുടെ ധ്യാനയോഗം അങ്ങനെ പുരോഗമിക്കുമ്പോൾ പുനഃ വീണ്ടും അണിമാദ്യ അഷ്ടസംസിദ്ധയ അങ്ങ് എന്നെ പ്രലോഭിപ്പിക്കും. ഒരു പ്രലോഭനമാണത്. സിദ്ധികൾ അണിമാ മഹിമാ ചൈവ ലഹിമ ഗരിമാ തഥ ഈശിത്വം ച വശിത്വം ച
പ്രാപ്തി പ്രാഗാമ്യമേവ ച. അണിമ, മഹിമ, ലഘിമ, ഗരിമ തഥാ ഈശിത്വം ച വശിത്വം ച പ്രാപ്തി പ്രാപ്തി പ്രാഗാമ്യമേവ ച. ഈ പ്രാഗാമ്യത്തിനെ ചിലപ്പോൾ പ്രാകാശെന്നും പറയും. അണിമ മഹിമ ചൈവ ലഹിമ ഗരിമ തഥാ ഈശിത്വം ച വശിത്വം ച പ്രാപ്തി പ്രാഗാമ്യമേവ ച. അണിമ, ശരീരത്തിനെ ഏറ്റവും ചെറുതാക്കുക. ഹനുമാൻ ചെയ്തതുപോലെ ലങ്കയിലെത്തിയപ്പോൾ. മഹിമ, ഏറ്റവും വലുതാക്കുക. പർവ്വതം കൊണ്ടുവരാൻ വേണ്ടി പോയ സമയത്ത് ഏറ്റവും വലിയ രൂപത്തിലാണ് പോയത്. ലഘിമ, ശരീരത്തിൻ്റെ ഘനം കുറയ്ക്കുക. ഗരിമ, ശരീരത്തിൻ്റെ ഘനം കൂട്ടുക. ഈശിത്വം, എല്ലാവരെയും നിയന്ത്രിക്കാനുള്ള കഴിവ്. ഈശ്, ഭരിക്കുക. അതാണ് ആ ആളെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നത്. ഈശ്വരൻ, ഈശ്വരൻ. ഈശ്, ഭരിക്കുക. ഭരിക്കുന്നതിൽ ശ്രേഷ്ഠൻ. വരൻ, ശ്രേഷ്ഠൻ. ഈശിത്വം, എല്ലാവരെയും നിയന്ത്രിക്കാനുള്ള കഴിവ്. വശിത്വം, തന്നിലേക്ക് ആകർഷിക്കാനുള്ള കഴിവ്. വശിത്വം. പ്രാപ്തി, എന്തും താൻ ചിന്തിച്ചാൽ തൻ്റെ കയ്യിൽ കൊണ്ടുവരാനുള്ള കഴിവ്. പ്രാപ്തി. പ്രാഗാമ്യം അല്ലെങ്കിൽ പ്രാകാശ്യം, എവിടെ വേണോ അവിടെ എത്താൻ സാധിക്കൽ. ഇതാണ് അണിമാതി അഷ്ടസിദ്ധികൾ. ഈ അഷ്ടസിദ്ധികളിൽ ചിലത് വന്നു എന്ന് വരാം. പുനരണിമാതി അഷ്ടസംസിദ്ധേയ. അതിൻ്റെ കൂടെ 10-24 സിദ്ധികളെക്കുറിച്ച് പറയുന്നുണ്ട് ഭാഗവതം. അതാണ് ദൂരശ്രുത്യാദേഹ, ദൂരത്തുള്ളത് കേൾക്കാനുള്ള കഴിവ്. ടെലഫോണൊന്നും ഇല്ലാതെ കണ്ട്. അതാണ് പണ്ട് അവർക്ക് ആ കഴിവുണ്ടായിരുന്നതാണ്. അതൊക്കെ എങ്ങനെ വരുന്നത്? അഹമഹമികയാ, ഞാൻ മുമ്പേ എന്ന് പറഞ്ഞാണ് ഓരോന്നും വരുന്നത്. സമ്പരേയുഹു, അത് വന്ന് നമ്മുടെ ദേഹത്ത് നിന്ന് കയറി പിടിക്കും. അതാണ് പല ആചാര്യന്മാരും അതിൽ പെട്ടുപോകും. എന്താണ്? അത് വന്ന് ഇങ്ങോട്ട് കയറി പിടിക്കുകയാണ്. സമ്പതേയുഹു. മുരാരി, മുരാസുരനെ അങ്ങ് വധിച്ചില്ലേ, അവൻ്റെ 5 തലയെ വധിച്ചില്ലേ, അതുപോലെ എൻ്റെ ഈ ജ്ഞാനേന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കണമേ മുരാരി. ഇതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അഹം നാദ്രിയേ ന ആദ്രിയേ, ഞാൻ ആദരിക്കുന്നില്ല. എന്താ കാരണം? ത്വൽ സംപ്രാപ്തോ വിളംബാവഹം, അങ്ങയെ പ്രാപിക്കുന്നതിൽ തടസ്സമുണ്ടാക്കുന്നതാണിത്. ലക്ഷ്യത്തിലെത്താൻ സാധിക്കില്ല. ഇതൊക്കെ ഈ സിദ്ധികളെല്ലാം പോകുന്ന വഴിക്ക് വരുന്നതാണ്. ഈ സിദ്ധികളിൽ പെട്ടുപോയാൽ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റില്ല. ലക്ഷ്യം ഭഗവത് പ്രാപ്തിയാണ്. ജീവാത്മ പരമാത്മ ഐക്യമാണ് ലക്ഷ്യം. ആ ജീവാത്മ പരമാത്മ ഐക്യത്തിന് തടസ്സമായിരിക്കുന്നതാണ് എല്ലാ സിദ്ധികളും. അപ്പം സിദ്ധികളിൽ മനസ്സ് പതിഞ്ഞു പോകരുത്. അഹം നാദ്രിയേ, ഞാൻ ഒരു സിദ്ധിയെയും ആദരിക്കുന്നില്ല. എന്തുകൊണ്ട്? ത്വൽ സംപ്രാപ്തവും വിളംബാവഹം അഖിലം, ഇതെല്ലാം അങ്ങയെ പ്രാപിക്കുന്നതിന് തടസ്സമുണ്ടാക്കുന്നതാണ്, വിളംബമുണ്ടാക്കുന്നതാണ്.
ഉടനെ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ നിന്ന് പട്ടേരി പട്ടേരി പിന്നെ എന്താ വേണ്ടേ? കാമയേഹം. ഗുരുവായൂരപ്പ, ഞാൻ പറയട്ടെ, എൻ്റെ ആഗ്രഹം പറയട്ടെ. ഞാൻ ആഗ്രഹിക്കുന്ന ഇതാണ്. ത്വാമേവ, അങ്ങേ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആനന്ദപൂർണം, പൂർണ്ണമായ ആനന്ദം അങ്ങ് അനുഭവിക്കണു. അത് തൻ്റെ ഭക്തന്മാർക്കും കൊടുക്കുന്നു. അത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മുഖോക്കിടെ പ്രസാദായി. ഭഗവാനിപ്പോൾ ചിരിച്ചുവല്ലോ. ഉടനെ ഭട്ടപാദമുനി പവനപുരപതേ പാഹിമാം സർവതാവാൽ, എന്നെ എല്ലാ ലോകത്തിലും രക്ഷിക്കണമെന്ന് പറഞ്ഞ് നോക്കിയപ്പോഴേക്കും ഇടയ്ക്ക് നോക്കി നിൽക്കണം. ഉടനെ മുഖം മാറ്റി. ആയിട്ടില്ല, 95 ആയിട്ടുള്ളൂ. ഇനി 5 ദിവസം വേണം. ഇങ്ങനെ ഭഗവാനും ഭക്തനും തമ്മിൽ ഒരു സംവാദം, ഒരു സംഭാഷണം നടക്കുന്നുണ്ട് എന്ന് ആചാര്യന്മാർ പറയുന്നു. ഓരോന്നും എഴുതി കഴിയുമ്പോൾ, ഓരോ ശ്ലോകവും എഴുതി കഴിയുമ്പോൾ ഇങ്ങനെ നോക്കുന്നതാണ് പറയണത്. ചിലപ്പോൾ ചിരിക്കും. ശ്ലോകത്തിൻ്റെ അവസാനത്തിൽ എൻ്റെ രോഗം മാറ്റണേ നോക്കിയാൽ എവിടെയെങ്കിലും നോക്കി നിൽക്കുന്നുണ്ടാവും. 100 മാത്രമാണ് ആ മുഖത്തിനെ നന്നായി കാണിച്ചു കൊടുത്തത്. നമ്മുടെയും പ്രാർത്ഥന, ഭഗവാനുള്ള പ്രാർത്ഥന അതാണ്. ഭഗവാനി സിദ്ധികളൊന്നും തരരുതേ. ആ സിദ്ധികൾ വന്നാൽ ഭ്രമിച്ചു പോവും. അതാണ്. ഒരു സിദ്ധികളും തരരുതേ. വേണ്ടത് ഒരേ ഒരു കാര്യം മാത്രം, അങ്ങയുമായുള്ള ഐക്യം. ത്വാമേവ ആനന്ദപൂർണം. ഭഗവാൻ സച്ചിദാനന്ദ സ്വരൂപൻ. ആ ആനന്ദം, ഒരിക്കലും നശിക്കാത്തതായ ആനന്ദം, ദുഃഖലേശമില്ലാത്തതായ ആനന്ദം, ആ ആനന്ദം തന്ന് എന്നെ അനുഗ്രഹിക്കണേ. എത്ര കാലം ജീവിച്ചിരിക്കുന്നുവോ ആ കാലം ആയുസ്സും ആരോഗ്യവും അത് രണ്ടും തന്ന് ഈ സമൂഹത്തിനെ സേവിക്കാൻ നമുക്ക് സാധിക്കണമേ. ഈശൂർ ലോകസംഗ്രഹം എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞത്. ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നന്മയെ ലാക്കാക്കി അവരെ സേവിക്കാൻ ഉള്ളതായ ശക്തി, അതിന് ആയുസ്സും വേണം, ആരോഗ്യവും വേണം, സൗഖ്യവും വേണം. അതാണ് ഭട്ടപാദമുനി ആചാര്യക്ക് സൗഖ്യം എന്ന് പറയാൻ കാരണം. അത് തന്ന് അങ്ങയെ അനുഗ്രഹിക്കാൻ സാധിക്കണേ. ഭട്ടപാദമുനി 86-ാമത്തെ വയസ്സിലാണ് പോയത് എന്നാണ് പറയുന്നത്. 86 അത് 106 പറയുന്നവരും ഉണ്ട്. മുഴുവൻ 100 കൊല്ലം ഇരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമില്ല. 86-ാമത്തെ വയസ്സിൽ മൂക്കുവലയ്ക്കൽ ഭഗവതിക്ക് 2 ക്ഷേത്രങ്ങളാണ് അവിടെ. ആ 2 ക്ഷേത്രത്തിൽ മുകളിലത്തെ ക്ഷേത്രത്തിൽ തൊഴുത് കഴിഞ്ഞ് 2ാമത്തേക്ക് വരുമ്പോഴാണ് കുഴഞ്ഞ് വീണത്. കിടന്നിട്ടേ ഇല്ല. അവിടെ പോകാനുള്ള ഭാഗ്യം നമുക്കുണ്ടായിട്ടുണ്ട്. അതാണ്. നമുക്കും അത് തന്നെയാണ് പ്രാർത്ഥനയുള്ളത്. എത്ര കാലം ഇരിക്കണമെന്നല്ല, ഇരിക്കുന്ന കാലം ആരോഗ്യത്തോടുകൂടി സമൂഹത്തിനെ സേവിക്കാൻ സാധിക്കണേ, അതിനെ അനുഗ്രഹിക്കണേ എന്ന പ്രാർത്ഥനയാണ് നമ്മൾ ഓരോരുത്തരും ഭഗവാനോട് ചെയ്യേണ്ടത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.